വീഡിയോയിൽ പറയുന്നത് കുട്ടികളുടെ പ്രണയബന്ധം അറിഞ്ഞാൽ പാരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനും പരിധിയുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ഭീകര പ്രശ്നമാക്കി നമ്മളെ ബന്ധുക്കളായ ശത്രുക്കളോടൊക്കെ പറഞ്ഞ് അതുവഴി ഒറിജിനൽ ശത്രുക്കളെയൊക്കെ അറിയിച്ച് നമ്മളിതിനെ ഒരു നാണക്കേടാക്കി മാറ്റാതിരിക്കുക. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മാത്രമുള്ളൊരു വിഷയമല്ല. ഏകദേശം ഭൂരിഭാഗം പാരൻസും കുട്ടികൾ ടീനേജ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ അവരും ഈ സ്ട്രഗിളൊക്കെ കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ചെറിയൊരു മനസ്സുഖം കിട്ടുമല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പക്ഷേ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ അതിന് മുന്നേ തന്നെ ചില പ്രിക്കോഷൻസ് എടുക്കണം. എന്ന് വെച്ചാൽ ഒരു 5 വയസ്സിന് ശേഷം കുട്ടികൾക്ക് വഴക്ക് പറയുക, അടി കൊടുക്കുക, അവരെ നമ്മൾ നല്ലൊരു സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കൗമാര പ്രായമായി കഴിയുമ്പോൾ, ടീനേജ് ആയി കഴിയുമ്പം ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിവരെ ഡീൽ ചെയ്യണം. കാരണം അവരെ ഒപ്പം തമാശ പറയുക, അവരെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അവരെ ഫ്രണ്ട്സ് എന്തൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, ആ തമാശകൾ കേട്ട് നമ്മൾ ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ആകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും അവർ ഓപ്പൺ അപ്പ് ചെയ്ത് പറയും. ഇതിൽ പ്രത്യേകിച്ച് എക്സ്ട്രോവേർട്ടായ കുട്ടികളെ നമുക്ക് അധികം ഭയപ്പെടാനില്ല. വളരെ സോഷ്യലാണ്, എല്ലായിടത്തും സംസാരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് പേടിക്കണ്ട. പൊതുവേ അങ്ങനെ കാണുന്നുണ്ട്. ഈ മിണ്ടാപ്പൂച്ച കലവടയ്ക്കും എന്ന് പറയുന്നത് വളരെ പ്രസക്തിയുള്ളൊരു വിഷയമാണ്. വളരെ സൈലൻ്റ് ആയിരിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച്. പിന്നെ പഴയ കാലത്തെ പോലെ ഞാൻ പറഞ്ഞല്ലോ, പഴയ കാലത്ത് ഒരു പ്രണയബന്ധം മാറ്റിയെടുക്കാൻ പാടാണ്. കാരണം അതൊക്കെ സിൻസിയർ ആയിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. സുരേഷ് ഗോപി പറഞ്ഞ പോലെ ദേ പോയി ദാ വന്നു എന്നുള്ള ഒരു അവസ്ഥയാണ്. എന്ന് വെച്ചാൽ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ബ്രേക്കപ്പ് ആവും. അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ അത്രത്തോളം ഒരു ആത്മാർത്ഥതയുള്ള ബന്ധങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമ്മളിത് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ തലപോയിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. ഇവർക്ക് വരുന്ന ഫോൺ കോൾ ഇവരെ ഫ്രണ്ട്സൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാമല്ലോ, നമുക്ക് സംസാരിക്കാം. കുട്ടികളോടത്തൊക്കെ നമുക്ക് സംസാരിക്കാം. അതിപ്പോൾ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ. അപ്പം